നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇത് കുഴഞ്ഞു മറിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ് ഈ കേസ്. ഇന്നലെ രജിത്തിനെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം ഇന്നലെ രജിത്ത് കുറേ കാര്യങ്ങൾ, പുതിയ കുറേ കഥകൾ പറയുന്നു. അതെല്ലാം തീർത്തും അതിന് വിരുദ്ധമായ രീതിയിൽ റംലയുടെ വിശദീകരണം വരുന്നു. റംല പറയുന്നതനുസരിച്ച് രജിത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, രജിത്താണ് നിർബന്ധിച്ചത് ഈ പരാതി കൊടുക്കണമെന്ന്. പക്ഷേ അയാൾ പറയുന്ന കഥയിൽ ഒരു പുതിയ കഥാപാത്രം, ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ കേസ് ഇപ്പോൾ പോകുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങേയറ്റം ഒരു ദുരൂഹതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേസ് നീളുന്നത്. നമുക്കറിയാം, നേരത്തെ പലവട്ടം നമ്മൾ ഈ മാമിയുടെ കുടുംബത്തെ കാണുകയും ഈ ടീച്ചർ റംല പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ, റംലയും പലപ്പോഴും നമ്മളോട് സംസാരിച്ചത്. റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാതായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു പരാതി നൽകിയതെന്നാണ് പറഞ്ഞത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നമ്മൾ അവരെ കണ്ടപ്പോഴും ഇപ്പോൾ പറയുമ്പോഴും ഒക്കെ അവർ അതേ രീതിയിൽ തന്നെ പറയുന്നു. പക്ഷേ റെജി പെട്ടെന്ന് തിരിച്ച് വേറൊരു തരത്തിലേക്ക് സംസാരം മാറ്റുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം റെജി പറയുന്നത്, സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ കാണാതായാൽ, ഇപ്പോൾ തന്നെ കാണാതായാൽ പോലും ആദ്യം ഒരു രാത്രി കാണാതായാൽ ഒന്നും ചിലപ്പോൾ പരാതി കൊടുക്കില്ല. സുഹൃത്തുക്കളുടെ അവിടെ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയോ എന്നൊക്കെ തിരയും. ഇതിനുശേഷം മാത്രമേ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുള്ളൂ. പക്ഷേ ഇവിടെ ഈ മാമിയെ കാണാതായി, ഫോണിൽ ലഭ്യമല്ല എന്ന് കണ്ടപ്പോൾ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് എന്തിനാണ്? ഇങ്ങനെ കാണാതായി എന്ന് പറഞ്ഞ് പരാതി നൽകേണ്ട ആവശ്യം എന്തായിരുന്നു? അതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് റെജി പറയുന്നത്. പക്ഷേ മാമിയുടെ കുടുംബം പറയുന്നത് റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ മാമിയുടെയും റെജിയുടെയും പൊതു സുഹൃത്തായ ബിനോജ് എന്ന ഒരു ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഉന്നതങ്ങളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്, ഒരു DGP തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ അറിയാം, അതുകൊണ്ട് നമുക്ക് വേഗം പരാതി നൽകാമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ കുടുംബം ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് വിനോജിൻ്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും റെജി വീണ്ടും അടുത്തൊരു കാര്യം പറയുന്നു. ചിക്ബല്ലാപൂരിൽ വെച്ച് ഉണ്ട്, ഈ മാമിയുണ്ട്, അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു, ബിനോജ് എന്ന ആൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഈ കുടുംബം ഡ്രാഫ്റ്റായി അയച്ച പരാതി ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം മാമി ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നാണം കെടുത്താനായി ഇങ്ങനൊരു പരാതി കൊടുക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും രാത്രിയാകുമ്പോൾ ആ മാമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല, ചിക്ബല്ലാപൂരിലുള്ളതായും വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഉടനെ മറ്റു ചില സുഹൃത്തുക്കൾ കൂടി ഈ കുടുംബത്തോട് പറയുന്നു പരാതി നൽകണം. അങ്ങനെ അവർ നടക്കാവ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോകുന്നു. ഈ പരാതി നൽകാൻ പോകുന്നതിനിപ്പുറം റെജിയെ വിളിക്കുന്നുണ്ട്. കാരണം റെജിയാണ് ഇവരുടെ വാഹനം ഓടിക്കുന്ന ആൾ, അതുകൊണ്ട്. പക്ഷേ റെജി പറയുന്നു താൻ വളരെ ദൂരെയാണ്, ഞാൻ മറ്റൊരാളെ അയക്കാം എന്ന് പറഞ്ഞ് രാജീവ് എന്നൊരാളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. ഇതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും ഈ മാമിയുടെ ഭാര്യ വിളിക്കുന്നുണ്ട് റെജി. അപ്പോൾ റെജി സ്റ്റേഷനിൽ കുറച്ച് മാറിയാണുള്ളത്, പക്ഷേ ഞാൻ ലുങ്കി കൊടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ ജാള്യതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. പിന്നെയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റെജി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നീക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് റെജി ഇങ്ങനൊരു മാറ്റി പറയുന്നു? കാരണം താൻ നിർബന്ധിച്ചിട്ട് പരാതി നൽകിയ കുടുംബത്തെ അയാൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഏറെ കൗതുകരം. ഒപ്പം ചിക്ബല്ലാപൂരിൽ ഉണ്ട് എന്നൊരു കള്ളം എന്തിന് ഈ കുടുംബത്തോട് പറഞ്ഞു എന്നതും ഏറെ കൃത്യമാണ്. ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അത് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബിനോജ് എന്നയാൾ പറഞ്ഞതാണ്. അവർക്കൊരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസമാകട്ടെ എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് റെജി പറയുന്നത്. ഒപ്പമാണ് ഈ ആദ്യ ഘട്ടത്തിലെത്തിയ അന്വേഷണ സംഘത്തിനോട് ഈ റെജി നൽകിയ ഒരു മൊഴിയായിരുന്നു ആദ്യ ഘട്ടത്തിൽ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത്. അതൊരു പെൺകുട്ടിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ വെച്ച് മാമിയെ കണ്ടു എന്നതാണ്. കാറിനടുത്ത് ഇരുവരും അടുത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഒരു മൊഴി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പൂർണ്ണമായും ലോക്കൽ പോലീസ് നീക്കിയത് ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ആരാണ് ഈ പെൺകുട്ടി? അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടോ? പെൺകുട്ടിയെ തിരിഞ്ഞുള്ള CCTV ദൃശ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഫോൺ സംഭാഷണമുണ്ടോ? ഈ കോൾ രജിസ്റ്ററുകളെടുത്ത് അതിൽ ഈ ഇത്തരത്തിലൊരു പുതിയ ആളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി കുറേ അധിക ദിവസങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഈ കേസിൻ്റെ ഒരു സുവർണ്ണ നിമിഷങ്ങളിൽ, ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും പോലീസ്, അത്തരം അവേഴ്സിൽ ലഭിക്കേണ്ട തെളിവുകൾ പലതും അവർക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം നീട്ടാനോ കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങി. ഒപ്പം മറ്റു പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അന്തരീക്ഷത്തിൽ. അത്തരം ഊഹാപോഹങ്ങളുടെ പുറകെ പോലീസിന് പോകേണ്ടി വന്നു. അത് കുടുംബം തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട പല തെളിവുകളും ഇത്തരത്തിൽ റെജി പറയുന്ന പല കഥകളെയും ചുറ്റിത്തിരിഞ്ഞ് പോലീസിന് നഷ്ടപ്പെട്ടു എന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ദുരൂഹമാണ്. കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പോലീസിന്റെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരാളെ കാണാതായി, അയാൾ അത്യാവശ്യം വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ പറ്റി ഒരു വിവരവും ഇല്ലാതിരിക്കെ ഇത്രയധികം കാലം മറ്റൊരാൾ വന്ന്, ഒരു പക്ഷേ ഈ കേസുമായി ഏറ്റവും നിർണായക ബന്ധമുള്ള ഒരാൾ വന്ന് കുറേ കഥകൾ പറയുന്നു. ഇതിങ്ങനെ എത്ര നാൾ ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ, പുകമറക്കിടയിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും?
തീർച്ചയായും അതൊരു ചോദ്യം തന്നെയാണ് ശ്രീധർ. കാരണം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് മാമി. അദ്ദേഹമാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ അടക്കമുള്ള ഇടപാടുകൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ IMAയുടെ ഒരു 30 കോടിയിലധികം രൂപ വരുന്ന ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മോമി അപ്രത്യക്ഷനാവുന്നത്. ഈ മോമി പോയ ശേഷം ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ ഈ കച്ചവടം നടക്കുകയും ചെയ്തു. ഒപ്പം ഈ നഗരത്തിൽ ഏത് ഇടപാട് നടന്നാലും മോമി അറിയാതെ നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതീവ സമ്പന്നനായ ഒരാൾ, രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലൊക്കെ വലിയ പിടിപാടുള്ള ഒരാളാണ്. പക്ഷേ അയാളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒരു ഘട്ടത്തിലും എത്താതെ പോകുന്നത്. നമ്മൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റുമൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് ഈ അവരുടെ അന്വേഷണം പലപ്പോഴും ചെന്ന് നിൽക്കുന്നത് രജിത്തിലാണ്. രജിത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാണ് അവരും വിശ്വസിക്കുന്നത്. കാരണം 25 വർഷത്തോളമായി മാമിയുടെ സന്തോഷ സഹചാരിയായി ഡ്രൈവറായി പോകുന്ന ഇടങ്ങളിലൊക്കെ പോയി എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അറിഞ്ഞയാളാണ്. ഈ ഡ്രൈവർക്ക് അപ്പുറം ചില ഭൂമി ഇടപാടുകളിൽ ഈ രജിത്ത് പങ്കാളി കൂടിയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം 7 മാസത്തോളം സൈനിക പരിശീലനം ലഭിച്ച ഒരാളാണ്. പട്ടാളത്തിൽ ചേർന്നിട്ട് പിന്നീട് പരിശീലനമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും മടങ്ങി വന്ന ആളാണ്. ഒപ്പം ഈ ആയോധന കലകളിലൊക്കെ വലിയ കരുത്തുള്ള ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, കുംഫു ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾ കൂടിയാണ് രജിത്ത്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ഒരു മുൻകൂട്ടിയുള്ള ആസൂത്രണം എന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെയാണ് ആദ്യത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ പലവട്ടം രജിത്തിനെ ചോദ്യം ചെയ്തു, രാവും പകലുമൊക്കെയായി പല കാലങ്ങളിൽ ചോദ്യം ചെയ്തു. പക്ഷേ ഒടുവിൽ ഈ ഒരുപാട് ചോദ്യം ചെയ്യലായപ്പോൾ രജിത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ നോട്ടീസ് നൽകിയല്ലാതെ രജിത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം പിന്നീട് കേസ് ഒരു വിസ്മൃതിയിലേക്ക് പോവുകയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് PV അൻവർ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ ADGP MR അജിത് കുമാറിനെതിരായ ചില ആക്ഷേപങ്ങളുമായി അദ്ദേഹം മുന്നോട്ടെത്തിയപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കേസുകളിൽ ഒന്ന് ഈ മാമിയുടെ തിരോധാനമാണ്. കാരണം മാമിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ പോലീസ് തലത്തിലെയും ഈ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ചില പ്രതികളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് എന്ന ആരോപണമാണ് അന്ന് PV അൻവർ ഉന്നയിച്ചത്. ഒരുപക്ഷെ PV അൻവറിന്റെ ആ ആരോപണത്തിന് ശേഷം വീണ്ടും കുറച്ച് വേഗത കേസിന് കൈവരുന്നു. കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു, CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ കേസ് അന്വേഷിക്കും എന്ന് സർക്കാർ അറിയിക്കുകയും പുതിയൊരു സംഘത്തെ വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മാമിയുടെ കുടുംബങ്ങൾക്കെല്ലാം, ഭാര്യമാർക്കൊക്കെ ഈ ക്രൈംബ്രാഞ്ചിനെ അല്ലെങ്കിൽ കേരള പോലീസിനെ വിശ്വാസമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. കാരണം